നമസ്കാരം, ഞാൻ സൈന്ധവിയാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ വന്നേക്ക് നമ്മുടെ ലാലേട്ടൻ ചെയ്ത് ഭയങ്കര വൈറലായ ഒരു ഡിഷുണ്ട്. അത് നിങ്ങളോടൊന്ന് ഷെയർ ഞാൻ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച്. ഇപ്പോൾ നമ്മൾ സ്ഥിരം ബിഗ് ബോസ് ഒക്കെ ഉണ്ടല്ലോ, ലാലേട്ടൻ്റെ കൂടെ ഒന്ന് പരീക്ഷിച്ച് നോക്കാം. അപ്പോൾ ഞാൻ ആവശ്യമുള്ളത് 2 ബനാനയാണ് കേട്ടോ. അത് പിന്നെ കുറച്ച് ശർക്കരപ്പൊടി, കുറച്ച് തേങ്ങാ ചുരണ്ടിയത്, പിന്നെ നമ്മുടെ ബട്ടർ, പിന്നെ ഐസ്ക്രീം, പിന്നെ ഒരു പാൻ. ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് അങ്ങോട്ടത്തേക്ക് പോവാം. ഓക്കെ, നമ്മൾ ഒരു പീസ് ഇതേ ബട്ടർ ഇട്ട് അത് ജസ്റ്റ് ഒന്ന് ചുറ്റി കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഓരോരോ പഴങ്ങളെടുത്ത് ഇങ്ങനെ വെക്കുക. അപ്പോൾ അതേ നമ്മൾ ഓരോന്ന് തിരിച്ചിട്ടിട്ടുണ്ട്. ഒരു നല്ല രീതിയിൽ വേവണം കേട്ടോ, ജസ്റ്റ് ഒന്ന്. എന്നിട്ട് ഇതിൻ്റെ പുറത്തേക്ക് നമ്മൾ ശർക്കരപ്പൊടി ഇടുക കേട്ടോ. അതിൻ്റെ പുറത്തേക്ക് നമ്മൾ തേങ്ങാപ്പീര കൈ വെച്ചിടാം. അപ്പോൾ ഇതെല്ലാം ഇട്ടിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കുക. ഇതെല്ലാം ചെയ്യേണ്ടത് ലോ ഫ്ലെയിമിലാണ്, അല്ല തീ കൂട്ടിയിട്ടൊന്നും ചെയ്യരുത്. വളരെ തീ കുറച്ച് മാത്രമേ ചെയ്യാവുള്ളൂ. ഇങ്ങനെ ആക്കണം. നമ്മൾ എന്നിട്ട് ഇതൊരു പാത്രത്തിലോട്ട് വെക്കുവാണേ. ഈ വേവിച്ച സാധനങ്ങൾ ഇത്രയും. ഇനി ഇതിൻ്റെ പുറത്തേക്ക് നമ്മൾ കുറച്ച് മിൽക്ക് മെയ്ഡ് കൂടെ ഒഴിക്കുകയാണ്. പക്ഷെ ലാലേട്ടൻ ഇത് ചെയ്തിട്ടില്ല, നമ്മളിത് മിൽക്ക് മെയ്ഡ് കൂടെ ഒഴിക്കുക കേട്ടോ. അങ്ങനെ നമ്മളിതിലേക്ക് ഐസ്ക്രീം കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ലാലേട്ടൻ പറഞ്ഞൊക്കെ നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് രണ്ടും കൂടെ എങ്ങനെയാണെന്ന് കോമ്പിനേഷൻ നോക്കാം. കുറച്ചെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഞാൻ കഴിച്ചു നോക്കട്ടെ. നേരെ തെറ്റിദ്ധരിക്കേണ്ട, ഇടത്തെ കഴിച്ചെടുക്കുമ്പോഴുണ്ട്. വാ, സൂപ്പറാണ് കേട്ടോ. അപ്പം അടിപൊളിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ലാലേട്ടൻ്റെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഈസി റെസിപ്പിയൊക്കെ തരാറുണ്ട്. അതിന് ഒരുപാട് നന്ദി ലാലേട്ടാ. അപ്പോൾ ഇനി ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. കാരണം വീട്ടിലെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന സാധനം തന്നെയാണ്. അപ്പം എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കും. ഓക്കെ, ബൈ ബൈ, ടാറ്റാ.